അപ്പം നിങ്ങളുടെ ദുഃഖം പോയി. എപ്പോൾ നിങ്ങളുടെ ദൗർബല്യത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നുവോ അപ്പം നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം മാറി. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നു, സാധിക്കുന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുറച്ചു നേരം കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ നാമം ജപിക്കുക, ആ സമയത്ത് നമുക്ക് തോന്നാത്തതിന് കാരണം നാമം ജപിക്കുമ്പോഴും ശ്രദ്ധ ഭഗവാനിലല്ല. നാമം ജപിക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ദൗർബല്യത്തിലാണ്. അമ്പലത്തിൽ വരുമ്പോൾ നമുക്കത് സാധിക്കുന്നതിന് കാരണം അവിടെ കത്തിച്ചിരിക്കുന്ന വിളക്കുകളും അവിടുത്തെ അലങ്കാരങ്ങളും അവിടുത്തെ ആ ഒരു ആർഭാടങ്ങളും കാണുന്ന സമയത്ത് സ്വാഭാവികമാണ് ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയൊന്ന് അല്പനേരത്തേക്ക് ഇതിലേക്ക് പോവും, ആ വിഗ്രഹത്തിലേക്ക് പോവും. അപ്പം നമ്മളെ മറക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം സംഭവിക്കുന്നത് വാസ്തവത്തിൽ അവിടെയല്ല, വിഗ്രഹത്തിലല്ല സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നിങ്ങൾ ആ ദൗർബല്യത്തെ വിടുകയാണ്. എപ്പോൾ നിങ്ങളുടെ ദൗർബല്യത്തെ നിങ്ങൾ വിടുന്നോ അപ്പം നിങ്ങളുടെ ദുഃഖങ്ങൾ പോയി, നിങ്ങൾക്ക് മനസ്സിനൊരു കോൺഫിഡൻസ് വന്നു. ഇത് നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാലോ നമുക്ക് ഈ ശരീരത്തെ തന്നെ ക്ഷേത്രമായിട്ടെടുത്തൂടെ? ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ തന്നെ ഭഗവാനായി കണ്ടുകൂടെ? തുടക്കത്തിൽ പ്രയാസമാണെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പിടിച്ചുകൊണ്ട് പോയിക്കൂടെ? ശ്രദ്ധ തിരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൂടെ? ഏത് മനസ്സിനും ഉയരാനും സാധിക്കും, ഏത് മനസ്സിനും താഴാനും സാധിക്കും. അപ്പം മായ എന്നുള്ള ശബ്ദത്തിനർത്ഥം വേർതിരിച്ച് മനസ്സിലാക്കാതെ നാം മനസ്സിൻ്റെ ദൗർബല്യത്തിൽ ജീവിക്കുമ്പോൾ നാം ഒക്കെ ജീവാത്മാക്കളാണ്. എപ്പോൾ നാം വേർതിരിച്ച് മനസ്സിലാക്കുന്നു, എന്താ വേർതിരിക്കുക പറഞ്ഞാൽ? എൻ്റെ ശരീരത്തെ നിലനിർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് പറയണേ, ശരീരത്തെ നിലനിർത്തുന്നത് മനസ്സാണ്. കാരണം മനസ്സ് ഉണർന്നാലേ ശരീരം ഉണരുള്ളൂ. ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും ഒക്കെ അറിയുന്നത് ആർക്കാണ്? വേദന അറിയുന്നത് ആർക്കാണ്? മനസ്സിനാണ്. ശരീരത്തെ നിലനിർത്തുന്നത് മനസ്സാണ്, മനസ്സിനെ നിലനിർത്തുന്നത് ശരീരമാണോ? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ്. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ എൻ്റെ കൂടെ ഭഗവാനില്ലേ, എപ്പോഴും ഭഗവാനില്ലേ, ഭഗവാനെ അങ്ങല്ലേ ഈ കാരുണ്യം കൊണ്ട് എന്നെ ഇത്രയും എത്തിച്ചത്, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം എന്നൊരു ചിന്ത, ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വന്നാൽ, ഇതിനെ പറയും ഓട്ടോ സജഷൻ എന്ന് പറയും. നമ്മൾ തന്നെ ഒരു കൗൺസിലിംഗ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധ തിരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, നാം ജീവാത്മാവിൽ നിന്നും പരമാത്മാവിലേക്ക് എത്തി. ആരുടെ മനസ്സ് പരമാത്മാവിലേക്ക് എത്തുന്നു, ഭഗവാൻ പറയുന്നു ഞാൻ അവർക്ക് എളുപ്പം പ്രാപ്യനാണ്. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ എന്ന് പറയും. പുരുഷോത്തമ ഉച്യതേ. അപ്പം ഇങ്ങനെ പുരുഷൻ എന്ന് പറയുന്നത് കാരണം മനസ്സിന് ലോവർ ലെവലിലും ഇരിക്കാം, മനസ്സിന് ഹയർ ലെവലിലേക്കും ഇരിക്കാം, അവിവേകത്തിലും ഇരിക്കാം, വിവേകത്തിലും ഇരിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതൊക്കെ നമ്മൾ അഭ്യസിച്ച് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയും ഈ കാര്യങ്ങളൊക്കെ. അപ്പം ചോദിക്കുകയാണ്, എങ്ങനെയാണ് അഭ്യസിക്കേണ്ടത്? ഏത് രൂപത്തിലാണ് അഭ്യസിക്കേണ്ടത്? അഭ്യാസം പറഞ്ഞു തരുന്നതാണ് അടുത്ത ശ്ലോകം. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷുച്ചാവജേഷ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷുഹം. യഥാ എപ്രകാരമാണോ, മഹാന്തി മഹാന്തി പറഞ്ഞാൽ ആസാമിലുള്ള ആളുകളുടെ പേരല്ല. മഹാന്തി എന്ന് പറഞ്ഞാൽ മഹാഭൂതാനി, ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ഏതൊക്കെ? മഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ: ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണ് അതിൻ്റെ സീക്വൻസ് എന്നുള്ളത്. ആകാശം എന്നുള്ളത് എനർജിയുടെ ഏറ്റവും സൂക്ഷ്മാവസ്ഥയാണ്. അതിലുള്ള ചലനമാണ് വായു. വായുവിലുണ്ടാകുന്ന ഘർഷണമാണ് അഗ്നി. അഗ്നിയിൽ നിന്നാണ് ജലമുണ്ടാകുന്നത്. ജലത്തിൽ നിന്നാണ് സോളിഡ് ആയിട്ടുള്ള ഭൂമി തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നതെങ്കിൽ ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഇപ്രകാരമുള്ള പഞ്ചമഹാഭൂതങ്ങൾ ഭൂതേഷു. ഭൂതേഷു എന്ന് പറഞ്ഞാൽ അതേത് ഷൂ ആണ് സ്വാമി? ഇവിടെ ഷൂവിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇവിടെ പ്ലൂരൽ എന്ന് വെച്ചാൽ ഭൂതങ്ങളിൽ, ശരീരങ്ങളിൽ. ഉച്ചാ അവജേഷു, കൂടിയും കുറഞ്ഞുമിരിക്കുന്നു. ചെറിയൊരു കുട്ടിയുടെ ഉള്ളിലും പഞ്ചഭൂതമുണ്ട്, ചെറിയൊരു ഉറുമ്പിലും പഞ്ചഭൂതമുണ്ട്, ഒരാനയിലുമുണ്ട്, മനുഷ്യരിലുമുണ്ട്, എല്ലാ മൃഗങ്ങളിലുമുണ്ട്, മത്സ്യത്തിലുമുണ്ട്, എല്ലാറ്റിലുമുണ്ട്. ചിലതിൽ കുറഞ്ഞിരിക്കുന്നു, ചിലതിൽ കൂടിയിരിക്കുന്നു. ഉച്ചാവജേഷു. എന്നിട്ട് പറയുന്നു പ്രവിഷ്ടാനി. ശരീരങ്ങളിലേക്ക് പഞ്ചഭൂതങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും
ന പ്രവിഷ്ടാനി. ഒരു പഞ്ചഭൂതവും ഒന്നിലും പെർമനൻ്റായി പ്രവേശിക്കുന്നില്ല. മനസ്സിലായോ വല്ലതും? ഒന്നുകൂടി പറയാം. 5 പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ടല്ലോ, അത് എല്ലാ ശരീരങ്ങളിലും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. അത് മനസ്സിലായി. ഇനി പറയാണ്, എല്ലാം ശരീരങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും ശരീരങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ശരീരത്തിലും ഒരു പഞ്ചഭൂതവും പെർമനൻ്റായി നിൽക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ശരീരങ്ങൾ പഞ്ചഭൂതത്താൽ നിർമ്മിതമാണ്. അത് തിരിച്ച് വീണ്ടും പഞ്ചഭൂതത്തിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അസ്ഥിരമായ, കൂടെയില്ലാത്ത, നഷ്ടപ്പെട്ടു പോകുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഏത്? ശരീരം. ശരീരം തന്നെ മാറുമെങ്കിൽ ശരീരവുമായി ബന്ധപ്പെട്ട ആളുകൾ മാറാതിരിക്കുമോ? എന്തിന് നമ്മൾ അതിന് പോയി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം? ഇപ്പം ശരീരം തന്നെ നാളെ വന്നതിലേക്ക് തിരിച്ചു പോകേണ്ടത് പ്രകൃതിയുടെ നിയമമാണ്. ഇതുപോലെ ഭഗവാൻ പറയുന്നു, തഥാ അപ്രകാരം തേഷു ന തേഷു അഹം. ഞാൻ അതിലുണ്ടെങ്കിലും ന തേഷു, ഞാൻ അതിലല്ല ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നു ശരീരത്തിലൊക്കെ ഒരു ആത്മാവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഭഗവാൻ പറയണു, വാസ്തവത്തിൽ ഞാൻ ഒരു ശരീരത്തിലും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ശരീരങ്ങളിലല്ല ഭഗവാൻ ഇരിക്കുന്നത്, ഭഗവാനിലാണ് ശരീരങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഭഗവാൻ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഭഗവാനിൽ നിന്ന് വന്നത് ഭഗവാനിൽ തന്നെ ചേരണം. അപ്പൊ ശരീരം, വളരെ ശ്രദ്ധിക്കണേ, പഞ്ചഭൂതങ്ങളിൽ നിന്നും വന്ന സാധനം പഞ്ചഭൂതത്തിലേക്ക് തിരിച്ചു പോകണം. പഞ്ചഭൂതങ്ങൾ ഇതിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുവെങ്കിലും ഒരു പഞ്ചഭൂതവും പ്രവേശിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഒന്നും പെർമനൻ്റായി ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. ഇതെല്ലാം തിരിച്ചതിലേക്ക് പോകണം. ഇനി ഭഗവാൻ പറയണു, ഞാൻ എല്ലാ ശരീരത്തിലും ഉണ്ടെന്ന് തോന്നുന്നുവെങ്കിലും ഞാനൊരു ശരീരത്തിലുമില്ല. വാസ്തവത്തിലെല്ലാം എന്നിലാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്, ശരീരം മാത്രമേ പഞ്ചഭൂതത്തിലേക്ക് പോകുന്നുള്ളൂ എങ്കിൽ ഈ മനസ്സെങ്ങോട്ട് പോകണം? മനസ്സ് പോകേണ്ടത് ഭഗവാനിലേക്കാണ്. കാരണം അത് വന്നിരിക്കുന്നതും ഭഗവാനിൽ നിന്നാണ്, അത് നിലനിർത്തുന്നതും ഭഗവാനാണ്. ഇപ്പോൾ പക്ഷെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ കൂടെ അല്ല ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിരിക്കുന്നത് ശരീരത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ശരീര സംബന്ധമായ പ്രശ്നങ്ങളും ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങളും നമ്മളെ അലട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് ദൗർബല്യം തോന്നുന്ന സമയത്ത് മറ്റൊരു ശരീരത്തെ ആശ്രയിക്കാൻ തോന്നുന്നത്. എപ്പോൾ നമ്മുടെ മനസ്സുണ്ടല്ലോ ശരീരബോധം വിട്ടോ പിന്നെ നിങ്ങളൊരാളെയും ആശ്രയിക്കില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉറക്കം എന്ന് പറയുന്നത്. എപ്പോൾ നിങ്ങളുടെ ശരീരം ബോധം പോയോ, നിങ്ങൾക്ക് അനസ്തീഷ്യ തന്നുകൊണ്ട് നിങ്ങളുടെ ശരീരബോധം പോയോ, നിങ്ങൾക്ക് ഭയമില്ല, നിങ്ങൾക്ക് ദുഃഖമില്ല, നിങ്ങൾക്ക് കീറി മുറിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് ആവശ്യമില്ല. ഉണ്ടോ? നിങ്ങളുടെ ശരീരം കീറി മുറിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകുന്നു ഡോക്ടറുടെ അടുത്തേക്ക്. ഇഞ്ചക്ട് ചെയ്യാൻ നേരത്ത് അമ്മ പിടിക്കുകയാണ് കുട്ടിയെ. പേടിക്കേണ്ട മോനെ, ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. എന്നാൽ ഒരാളുടെ ശരീരം തന്നെ കീറി മുറിക്കുന്ന സമയത്ത് അയാൾക്ക് പേടിയില്ലാത്തതിന് കാരണം ഡോക്ടർക്കറിയാം മനസ്സുള്ളിടത്തോളം കാലം പേടിയുണ്ട്, എന്നാൽ മനസ്സിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചാൽ പേടിയില്ല എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ശരീരബോധത്തിൽ മനസ്സിരിക്കുന്നിടത്തോളം കാലം അതിന് പേടിയുണ്ട്, അതിന് ദുഃഖമുണ്ട്, അതിന് തളർച്ചയുണ്ട്, അതിന് രോഗങ്ങളുണ്ട്. എന്നാൽ എത്ര കണ്ട് നമ്മൾ ഈശ്വരബോധത്തിലേക്ക് തിരിക്കുന്നുവോ അത്ര കണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും, ഇതുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങളൊന്നും ആരെ ബാധിക്കില്ല? മനസ്സിനെ ബാധിക്കില്ല. ക്ലിയർ ആവുന്നുണ്ടോ? എപ്രകാരമാണോ പഞ്ചഭൂതങ്ങളിൽ നിന്നും ശരീരങ്ങളുണ്ടായത്, ഈ ശരീരങ്ങളൊക്കെ തിരിച്ച് പഞ്ചഭൂതത്തിലേക്ക് എത്തുന്നത്, ഇതുപോലെ ഭഗവാൻ പറയണു, ഞാൻ ഒന്നിലുമില്ല എന്ന് പറയാൻ കാരണം എല്ലാം എന്നിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്നിൽ നിന്ന് വന്നതെല്ലാം എന്നിലേക്ക് തന്നെ മടങ്ങണം. ഇത് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെയാണ് തത്വജിജ്ഞാസ എന്ന് പറയുക. ഇത് നമ്മളെപ്പോഴും ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കണം. ഇതാണ് സത്യം. ഇതിലപ്പുറം ഒരു സത്യമുണ്ടല്ലോ ഒരാൾക്കും തെളിയിക്കാൻ സാധ്യമല്ല. സോ സയൻറ്റിഫിക്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ അമ്പലത്തിലൊരു ദൈവത്തിനെ കാണുന്നു, ഗുരുവായൂരപ്പൻ തന്നെ വെക്കുക. നിങ്ങൾ ആ ഗുരുവായൂരപ്പനെ നിങ്ങൾ കാണുന്നു, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വിഗ്രഹത്തെ നോക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ?
അല്ലേ? ആ വിഗ്രഹം ഒരു കല്ലാണ് അല്ലേ? ആ വിഗ്രഹത്തിനും അതിൻ്റെതായ പഴക്കമുണ്ടാവില്ലേ? എന്നും ഒരുപോലെ തന്നെ ഉണ്ടാവും വിഗ്രഹം? അതിനും തേയ്മാനം ഉണ്ടാവില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിനും മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? അപ്പം ദൈവത്തിന് മാറ്റം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ദൈവം കല്ലല്ലല്ലോ. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ആണോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ദൈവം ഒരു കല്ലാണെങ്കിൽ കല്ലിന് മാറ്റമുണ്ടെങ്കിൽ ദൈവത്തിന് മാറ്റമുണ്ട്. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ ദൈവത്തിന് മാറ്റമില്ലെങ്കിലോ? ദൈവം കല്ലല്ല. അപ്പൊ പിന്നെ ദൈവം ആരാണ്? ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ ദൈവം കല്ലല്ലെങ്കിൽ ദൈവം കല്ലല്ലാത്തൊരു ശക്തിയാണ്. അപ്പൊ അതാരാ പറഞ്ഞു തരിക? ഭാഗവതം വായിക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയാണെങ്കിൽ ആ ശക്തി നമ്മൾ കല്ലിൽ സങ്കല്പിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കല്ലിലും ശക്തിയെ സങ്കല്പിക്കാൻ പറ്റില്ല. ശക്തിയിലെ കല്ലിനെ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? എനിക്ക് ഒരു സാധനത്തിൽ ശക്തി സങ്കല്പിക്കണമെങ്കിൽ, എൻ്റെ മനസ്സിന് സങ്കല്പിക്കണമെങ്കിൽ ആ മനസ്സിന് പിന്നിൽ ആര് വേണം? മനസ്സിന് ശക്തി കൊടുക്കാൻ ഒരു ചൈതന്യം വേണം. ഉണ്ടോ ഇല്ലയോ? അപ്പൊ ശക്തി സങ്കല്പിക്കുന്നത്, ശക്തി വരുന്നത് ചൈതന്യത്തിൽ നിന്നാണെങ്കിൽ ആ കല്ലും നിൽക്കുന്നത് ചൈതന്യത്തിലാണെങ്കിൽ കല്ലിലല്ല ചൈതന്യം ഇരിക്കുന്നത്, ചൈതന്യത്തിലാണ് കല്ലിരിക്കുന്നത്. അപ്പൊ കല്ല് മാറ്റിക്കഴിഞ്ഞാലും ആരവശേഷിക്കണം? ചൈതന്യം അവശേഷിക്കണമെങ്കിൽ എപ്പോഴും എപ്പോഴും ഉള്ളത് ചൈതന്യം മാത്രമാണ്. ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം വിവേകം കൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഗുരുവായൂരപ്പനും എറണാകുളത്തപ്പനും എപ്പോഴും എവിടെയുണ്ട്? നമ്മുടെ കൂടെയുണ്ട്. ഇത് കേട്ടതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. കാരണം നമ്മൾ കുറേ അപകടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനസ്സിൽ. ഇനി അതിനെ ഒന്ന് മാറ്റിയെടുക്കണം. ഇത്തിരി നമുക്ക് എന്ത് വേണം? ചിന്തകൾ വേണം. അതെന്താ വേണ്ടത്? ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മനാം അന്വയവ്യതിരേകാഭ്യം യസ്യാൽ സർവത്ര സർവദാ. യത് യാതൊന്നാണോ സർവത്ര എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സർവത്ര സർവദാ എപ്പോഴും, എല്ലായിടത്തും എപ്പോഴും. യത് ഏതൊന്നാണ് ഉള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ജിജ്ഞാസ്യം. അതിനെക്കുറിച്ച് നമ്മൾ ജിജ്ഞാസ ഉള്ളവരായി തീർന്നാൽ. ഏതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ? തത്വജിജ്ഞാസു. കഥാജിജ്ഞാസു അല്ല, വിഗ്രഹത്തിലുള്ള ജിജ്ഞാസയല്ല. ഏത് ജിജ്ഞാസ? തത്വജിജ്ഞാസ. ഭാഗവത് എടുത്തു പറയുകയാണ് എവിടെ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്, ആരാണ് ഇതിനൊക്കെ നിലനിർത്തുന്നത് എന്ന ജിജ്ഞാസ വന്നു കഴിഞ്ഞാൽ അന്വയ വ്യതിരേകാഭ്യാം, അന്വയിപ്പിച്ചും വ്യതിരേകം ചെയ്തും. അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, വ്യതിരേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ സ്വാമി പറഞ്ഞാൽ മനസ്സിലായില്ലല്ലോ? അന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഉള്ളത് കൊണ്ട് ഏതുണ്ട്. ആഭരണമുള്ളത് ഏതുള്ളത് കൊണ്ട്? സ്വർണമുള്ളത് കൊണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ശരീരം ഈ നിമിഷം ഉള്ളത് ഒരു മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ട്. മനസ്സ് പ്രവർത്തിക്കാൻ കാരണം ചൈതന്യമുള്ളത് കൊണ്ട്. അപ്പൊ ഏതുള്ളത് കൊണ്ടാണ് ഇതുള്ളത്? ശരീരം നിൽക്കുന്നത് മനസ്സുള്ളത് കൊണ്ടും മനസ്സ് നിലനിൽക്കുന്നത് ചൈതന്യമുള്ളത് കൊണ്ടും. എന്നാൽ ഏതില്ലെങ്കിൽ ഏതില്ല? മനസ്സില്ലെങ്കിലും ശരീരമൊക്കെ ഉണ്ട്. കോമയിലൊക്കെ കിടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? പക്ഷെ ചൈതന്യമില്ലെങ്കിൽ ഈ മനസ്സുമില്ല, ശരീരവുമില്ല. അപ്പൊ എപ്പോഴും ഏത് സർവദാ സർവത്ര ഉള്ളത് ഏത് മാത്രമാണ്? ചൈതന്യം മാത്രമാണെങ്കിൽ അതിനെ നമുക്കറിയാൻ, അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ എപ്പോഴും ആ ഭഗവാൻ തന്നെ ഉണ്ടല്ലോ എന്ന ബോധത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ അവരെയാണ് തത്വജിജ്ഞാസുക്കൾ എന്ന് പറയുന്നത്. അവരാണ് ജീവിതം ധന്യമാക്കുന്ന ആളുകൾ. അങ്ങനെയുള്ളവർക്ക് ഏതന്മതം സമാദിഷ്ട പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപേഷു ന വിമുഹ്യതി ഗർഹിതിൽ. ഈ ബോധം ഏതൊരാളാണോ നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം നയിക്കുന്നത്, അവർക്കൊരിക്കലും ജീവിതത്തിൽ തളരേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. കാരണം അവരുടെ കൂടെ എപ്പോഴും ഭഗവാനേ ഉള്ളൂ. അവരുടെ മനസ്സ് ഏതിലേക്കൊക്കെ പോയാലും വീണ്ടും തിരിച്ച് ആരിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഭഗവാനിലേക്ക്. ഒരു കൂർമ്മത്തെ പോലെ അവർക്ക് ജീവിതത്തിൽ തളരാതെ ജീവിക്കാൻ സാധിക്കും.
മനസ്സിലായോ? ഇതിനെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. ഇനി ഇതിനെ വിസ്തരിക്കുകയാണ് ഭാഗവതത്തിലൂടെ, 10 ലക്ഷണത്തിലൂടെ വിസ്തരിക്കുകയാണ്. ഇതാണ് ഭാഗവതത്തിൻ്റെ എസൻസ്. ഇനി 10 സിലബസ് ആക്കി വെച്ചിരിക്കുകയാണ് വേദവ്യാസ മഹർഷി. അതിന് പറയും സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊദയ, മന്വന്തരം, ഈശാനകത, നിരോധം, മുക്തി, ആശ്രയം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ളത് 10 സിലബസുകളാണ്. എളുപ്പം മനസ്സിലാവും ഈ പറഞ്ഞതൊക്കെ. കഥകളിലൂടെയും പല പല രീതികളിലും അത് ആവിഷ്കരിക്കുകയാണ്. ഭാഗവത ഗ്രാമത്തിലേക്ക്